എന്നെപ്പോലെ എരിവ് ഇഷ്ടമില്ലാത്തവരാണോ നിങ്ങൾ? എന്നാൽ മുളക് ബജിയാണെങ്കിലോ നല്ല ഇഷ്ടമാണ്. ഞാൻ ആദ്യത്തെ ആ ഭാഗമൊക്കെ കഴിക്കും, അവസാനത്തെ ആ എരിവ് എത്തുമ്പോൾ ഞാനത് അടിച്ചെറിയാറാണ് പതിവ്. അപ്പോൾ നമുക്കിന്ന് എരിവില്ലാണ്ട് കുട്ടികൾക്കടക്കം കഴിക്കാൻ പറ്റുന്ന ഒരു മുളക് ബജി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം മുളക് നല്ല വലുതായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ചെറുതായി കീറിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ച് അത് കുറേ നേരം പുളിവെള്ളത്തിലിട്ട് വയ്ക്കണം. സത്യം പറഞ്ഞാൽ ഇത് നല്ല എരിവുള്ള മുളകായിരുന്നു. രാത്രി വരെ എൻ്റെ കൈ പുകഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ. എന്നിട്ട് നമ്മുടെ കടലമാവിലേക്ക് വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ഇടാവുള്ളൂ, കാരണം നമ്മൾ മുളക് കുറയ്ക്കാൻ നോക്കുന്നു. കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും പിന്നെ നമ്മൾ ആ പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം തന്നെയാണ് അതിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എരിവ് ഇത്തിരിയും കൂടി കുറഞ്ഞ് കിട്ടും. ഓൾറെഡി നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് മുളക്, ഒന്ന് ചെറുതായി ചൂടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലിട്ട് വറുത്ത് കോരുക. അത്യാവശ്യം എരിവില്ലാത്ത കുട്ടികൾക്കും നമുക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുളക് ബജിയാണ്. അപ്പം ഞാൻ ചെറുതായി ഇങ്ങനെ അരിയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടും ആ പുളിവെള്ളത്തിലിട്ട് നന്നായി ആ പുളി പിടിക്കാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ നമുക്കിഷ്ടമുള്ള ഫുഡും നമുക്കിഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ ആകുമ്പോൾ നല്ല സന്തോഷമല്ലേ. എനിക്ക് കരിയാണ്ട് എടുക്കാൻ സാധിക്കുമാണ്. കുറേ കാലം റിംഗ് ടോണും കൂടിയായിരുന്നു ഈ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണത്.